ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അടുത്തതായി സുവർണവർണോ ഹേമാങ്കോ വരാംഗ ചന്ദനാംഗതി വീരഹ വിഷമശൂന്യോ ഘൃതാശീരചലശ്ചലഃ. 737 നാമം സുവർണവർണഃ. സുവർണം എന്നാൽ സ്വർണം എന്നർത്ഥം. വർണ്ണം എന്നാൽ നിറം എന്നർത്ഥം. സ്വർണ്ണ നിറത്തോടു കൂടിയവനാരോ അവനാണ് സുവർണവർണ്ണൻ. സ്വർണത്തെപ്പോലെ ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനും ദൃശ്യമായിട്ടുള്ള വൈവിധ്യങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നവനും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനും സഗുണ ബ്രഹ്മത്തിൻ്റെ ഉദ്ഭവത്തിന് കാരണനുമായ പുരുഷനെ കാണുമ്പോൾ സാധകൻ ജ്ഞാനിയായി തീർന്ന് പുണ്യപാപങ്ങളെ ഉപേക്ഷിച്ച് നിർമ്മലമനായി പരമമായ അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സ്വർണം പോലെ സ്വഭാവ ഗുണമുള്ളവനെ നമുക്ക് സുവർണവർണ്ണൻ എന്ന് പറയാം. കാരണം സ്വർണത്തിന് മറ്റെല്ലാ ലോഹങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളൊരു സ്ഥാനമാണ് പൂർവികന്മാർ നൽകിയിട്ടുള്ളത്. ശ്രേഷ്ഠത്വം പറയാനായിട്ട് സ്വർണത്തെ സാദൃശ്യപ്പെടുത്തി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. തങ്കം പോലെയുള്ള സ്വഭാവമാണെന്നൊക്കെ മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. കാരണം ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഒരു ദോഷവും കാണാൻ സാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവാന്റെ സ്വഭാവത്തെ ആർക്കും വിമർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഭഗവാന്റെ സ്വഭാവം എന്ന് പറയുന്നത് കളങ്കമില്ലാത്തതും ആകർഷണീയവും അനുകരണീയവുമാണെന്ന് സൂചിപ്പിക്കുകയാണ് സുവർണവർണഃ എന്ന നാമത്തിലൂടെ. അടുത്ത നാമം ഹേമാംഗഃ. സ്വർണ്ണ നിറമുള്ള അവയവങ്ങളോട് കൂടിയവനെയാണ് ഹേമാംഗൻ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പിലത്തെ നാമത്തിൽ സുവർണവർണ്ണനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ അവയവങ്ങളും തീർച്ചയായിട്ടും സ്വർണ്ണ നിറത്തിലായിരിക്കണം. ഭഗവാൻ സർവാംഗ സുന്ദരനാണ്. അതുകൊണ്ട് ഭഗവാനെ ഹേമാംഗൻ എന്ന് വിളിക്കുന്നു. രുക്മിണി ദേവി ഭഗവാൻ എഴുതിയ കത്തിൽ ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത് തന്നെ ഭുവനസുന്ദര എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഗുണങ്ങളും അംഗസൗന്ദര്യവും ഭഗവാൻ ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത നാമം വരാംഗഃ. വരാംഗൻ എന്നാൽ വരങ്ങളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ നൽകുന്ന അംഗങ്ങളോട് കൂടിയവൻ എന്നർത്ഥം. ഭഗവാന്റെ അംഗങ്ങളെല്ലാം തന്നെയും വരങ്ങളെ നൽകാൻ പര്യാപ്തമാണ്. ഭഗവാന്റെ പാദസ്പർശമേറ്റ മണൽത്തരികളെ സ്വന്തം ശരീരത്തിൽ അക്രൂരൻ പൂശിയതായിട്ട് കഥയുണ്ട്. ഗോപസ്ത്രീകൾ അതേപോലെ തന്നെ ചെയ്തതായിട്ടുണ്ട്. പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ പാദധൂളികൾ പതിഞ്ഞ ആ ഒരു മണ്ണ് ഭരതൻ എടുത്തതായിട്ടും, അതേപോലെ വാമനാവതാരത്തിൽ ഭഗവാൻ കാൽ കൊണ്ട് ശിരസിൽ സ്പർശിച്ചപ്പോൾ മഹാബലി ദേവേന്ദ്ര പദവിക്ക് അർഹനായതായിട്ടും ഒക്കെ കഥകളുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശമേറ്റപ്പോൾ ശിലയായിരുന്ന അഹല്യ തൻ്റെ പൂർവ്വസ്ഥിതിയിലേക്കും മാറിയതായിട്ട് രാമായണത്തിലുണ്ട്. വാമനമൂർത്തിയുടെ കാലിൻ്റെ പെരുവിരലിൽ നിന്നുത്ഭവിച്ചിട്ടുള്ള ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് ധാരാളം ഭക്തന്മാർ മോക്ഷം നേടിയതായിട്ട് കഥകളുണ്ട്. അപ്പോൾ വരാംഗനായിട്ടുള്ള ഭഗവാന്റെ സ്മരണ തന്നെയും മോക്ഷദായകമാണ്. അടുത്ത നാമം ചന്ദനാംഗതി. മനോഹരമായിട്ടുള്ള തോൾവള ധരിച്ചവൻ എന്നർത്ഥം. മേൽപുത്തൂർ ഭട്ടതിരിയുടെ നാരായണീയത്തിൽ പറയുന്നുണ്ട്. കേയൂരം, അംഗദം ഇങ്ങനെയൊക്കെയുള്ള തോൾവളകൾ ധരിച്ചവനും, അതുപോലെ ഉത്തമങ്ങളായിട്ടുള്ള കൈവളകൾ, ദിവ്യരത്നങ്ങൾ പതിച്ച അങ്കുലീയങ്ങൾ, ഇങ്ങനെയൊക്കെ അലങ്കരിച്ച 4 തൃക്കൈകളിലും ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ് ഇങ്ങനെയൊക്കെ ധരിച്ച മഹാവിഷ്ണുവിനെ വന്ദിക്കുന്നതായിട്ട്. അതുപോലെ തന്നെ അംഗദം എന്നാൽ ശരീരത്തെ നൽകുന്നവൻ എന്നർത്ഥമുണ്ട്. ചന്ദനാംഗതി എന്നാൽ മനോഹരമായ ശരീരത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. ഷോഡശ സംസ്കാരത്തിലെ ചില ചടങ്ങുകളിൽ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഭഗവാനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ശരീരം മുഴുവനും സുഗന്ധമുള്ള ചന്ദനം, കളഭം ഇവയൊക്കെ പൂശിയിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ചന്ദനാംഗതി എന്ന നാമം. അടുത്ത നാമം വീരഹ. വീരന്മാരെ നിഗ്രഹിച്ചവൻ എന്നർത്ഥം. നമുക്ക് പുരാണ കഥകളിലൂടെ ധാരാളം വീരന്മാരായിട്ടുള്ള അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച കഥകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കംസനായാലും ബാലിയായാലും ഇങ്ങനെ
ശിശുപാലനയായാലും അങ്ങനെ ധാരാളം കഥകൾ നമുക്ക് ഓരോ അവതാരത്തിലും ഭഗവാൻ നിഗ്രഹിച്ചവരുടെയൊക്കെ കഥകൾ കാണാനായിട്ട് സാധിക്കും. എത്ര വലിയ വീരന്മാരായാലും അവർ സ്ത്രീകളെ പീഡിപ്പിക്കുകയാണെങ്കിലും ധർമ്മം അനുസരിച്ച് ജീവിക്കാതിരുന്നാൽ അവരെയൊക്കെയും വധിക്കുക തന്നെ വേണം എന്നുള്ള ഒരു ധർമ്മശാസ്ത്ര നിയമമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. അടുത്ത നാമം വിഷമഃ. സമം ഇല്ലാത്ത അവസ്ഥ, അതാണ് വിഷമം. ഭഗവാന് സമനായി മറ്റൊരാളും പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ഭഗവാനെ വിഷമൻ എന്ന് പറയുന്നു. അടുത്ത നാമം ശൂന്യഃ. ഗുണരഹിതനായതുകൊണ്ട് ഭഗവാനെ ശൂന്യൻ എന്ന് പറയാം. ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ശൂന്യം എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒന്നുമില്ലെങ്കിൽ പാത്രം ശൂന്യമാണെന്ന് പറയുന്നു. എന്നാൽ ആ ഒരു അർത്ഥമല്ല ഭഗവാന്റെ കാര്യത്തിൽ. ത്രിഗുണങ്ങൾക്കും അതീതനായവൻ എന്നാണ് അർത്ഥം. ആ നിർഗുണമായ അവസ്ഥയെ ശൂന്യമെന്ന വാക്കുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അടുത്ത നാമം ഘൃതാശീഹി. ഭഗവാന് ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ ആശകളും ആശംസകളും ഒക്കെ തന്നെയും ഭഗവാനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു നാമം. എല്ലാ നിലയിലും ഭഗവാൻ പൂർണ്ണനാണ്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ സാധിക്കുന്നു. എന്നാൽ ആർക്കും ഭഗവാനെ അനുഗ്രഹിക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ മുകളിലായിട്ട് ആരുമില്ല. ഭഗവാൻ ഒന്നും നേടാനായി ബാക്കിയില്ല, ഒന്നും അനുഭവിക്കാനായി ഒരു ആഗ്രഹവുമില്ല. അപ്പോൾ ആരുടെയും അനുഗ്രഹമോ ആശംസകളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരോടും പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഘൃതാശി എന്ന നാമം. അടുത്ത നാമം അചലഃ. ചലനമില്ലാത്തവൻ എന്നർത്ഥം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ചലിക്കാനുള്ള ഇടം തന്നെയില്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെയും അർത്ഥം അതാണ്. അപ്പോൾ ഭഗവാൻ അചലൻ തന്നെയാണ്. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് ഭഗവാനാണ്. പ്രപഞ്ചത്തിന് ചലിക്കുവാൻ സാധിക്കുന്നത് ചലിക്കാത്ത ഭഗവാൻ എന്നുള്ള ആ ഒരു പ്രതലമുള്ളത് കൊണ്ടാണ്. അടുത്ത നാമം ചലഃ. ഭഗവാൻ ചലിക്കുന്നവനുമാണ്. അക്ഷരബ്രഹ്മം സഗുണബ്രഹ്മമായി പരിണമിക്കുന്നത് ആ ബ്രഹ്മചലനത്താലാണ്, ആ ബ്രഹ്മചലനം കൊണ്ടാണ്. ആ നിശ്ചല ബ്രഹ്മം ചലിച്ചപ്പോഴാണ് ശബ്ദമുണ്ടായത്. ആ ശബ്ദത്തെ തന്നെയാണ് ഓംകാരം എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ നാമം തന്നെ ഓംകാരമാണ്. അപ്പോൾ അചലമായിട്ടുള്ള ബ്രഹ്മം ചലനരൂപത്തിൽ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് ഒരേ സമയം അചലവുമാണ് ചലവുമാണ്. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.